ഗാസയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിലനിൽക്കുമ്പോഴും ഇപ്പോൾ ഗാസയെ വീണ്ടും തകർക്കാൻ വേണ്ടി ഇസ്രായേൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബേസിക് ആയിട്ട് കിട്ടേണ്ട ഫുഡും വെള്ളവും ആരോഗ്യ സംവിധാനങ്ങൾ പോലും വിലക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ പ്രസിഡന്റായ ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വരികയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും ഗാസയെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നതാണെന്ന് വ്യക്തമാണ്. അതേസമയം സാധാരണ ആളുകൾക്ക് വേണ്ടിയുള്ള ബേസിക് ആയിട്ട് കിട്ടേണ്ട ഫുഡും വസ്ത്രവും വെള്ളം വരെ അവിടെ ലംഘിക്കുന്നത് വളരെ മോശവും അതുപോലെ തന്നെ പൈശാചികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ അവരുടെ ബേസിക് നീഡ്സ് തകർക്കുന്ന രീതിയിൽ അവരുടെ പാർപ്പിടവും അതുപോലെയുള്ള വസ്തുക്കളെല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള നീചന്മാരായ പ്രസിഡന്റുമാർ ഇനിയും നമ്മുടെ ലോകം ഭരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലോകത്തെ തന്നെ ഇല്ലാതാകും യഥാർത്ഥത്തിൽ, അല്ലേ? ശരിക്കും. കാരണം ഗാസേനെ ശരിക്കും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നൊരു നമുക്ക് ശരിക്കും വൈരാഗ്യമുള്ള രീതിയിലാണ് നെതന്യാഹു ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തെ ഭരണാധികാരിയാണ്. കാരണം ഒരു രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണ് നെതന്യാഹു. പക്ഷേ എങ്കിൽ പോലും ഗാസേനെ ശരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾ അതുപോലെ ഒരു ദുരിതത്തിൽ അനുഭവിക്കേണ്ടി വന്നാലുള്ള സാഹചര്യം ഒന്നും മനസ്സിൽ കാണാതെയാണ് നെതന്യാഹു ഇതുപോലെ ക്രൂരത കാണിക്കുന്നത്. കാരണം നമുക്കറിയാം ഗാസയിൽ പിഞ്ച് കുഞ്ഞുങ്ങളടക്കമായിരുന്നു ഈ യുദ്ധത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണപ്പെട്ടത്. അതുപോലും പരിഗണിക്കാതെയുള്ള വീണ്ടും ആക്രമിക്കാനാണ് നെതന്യാഹു കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഇപ്പം ഹമാസിലേക്ക് അല്ലെങ്കിൽ ഗാസയിലേക്ക് അവിടെ പാവപ്പെട്ട കുട്ടികൾ അടങ്ങുന്നവർക്ക് പോലും ഇപ്പോൾ അവിടെ ഭക്ഷണവും വെള്ളവും തന്നെ നിരസിക്കുകയും അതും റെഡ് ക്രോസ് പോലുള്ള ഒരു സംഘടനയാണ് അവിടത്തേക്ക് ഫുഡും വെള്ളവും എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് അതിനുള്ള റൈറ്റ്സ് പോലും, അതായത് ഈ റെഡ് ക്രോസിനുള്ള റൈറ്റ്സ് പോലും ലംഘിച്ചുകൊണ്ട്, അതായത് അവർക്ക് അതിനെ നിരോധിച്ചുകൊണ്ട് ഇസ്രായേല് രംഗത്ത് വന്നത്. അത് ശരിക്കും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ഒരു ജീവിതത്തിന് വേണ്ടി ഒരു മനുഷ്യന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാൻ ഗാസയിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അവകാശം പോലും ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവും ചെയ്തു കൊടുക്കുന്നില്ല. ട്രംപ് നെതന്യാഹുവിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും പിന്നെയും പറയുന്നത് ഇസ്രായേലിൽ നിന്നും ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസ് ചുട്ട് ചാമ്പലാക്കുമെന്നാണ് ട്രംപ് വീണ്ടും ഭീഷണി ഉയർത്തുന്നത്. ഹമാസിനെ തകർക്കാനും അതുപോലെ തന്നെ ഈ ഒരു തരത്തിലുള്ള മുസ്ലിം രാജ്യങ്ങളെ മുഴുവൻ തകർക്കാൻ വേണ്ടി ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ. ഈ നെതന്യാഹുവിന് എന്തോ ശരിക്കും വൈരാഗ്യമുള്ള പോലെ ഗാസയെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു നെതന്യാഹുവിന് പിന്നെയും അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തികളിൽ നിന്നും നമുക്ക് തെളിയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗാസേനെ ട്രംപ് ഏറ്റെടുക്കണമെന്ന അതും ഇസ്രായേലും നെതന്യാഹുവും ട്രംപും കൂടെയുള്ള ഒരു പദ്ധതിയാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഗാസയിലെ ജനങ്ങളെ അവരുടെ പ്രദേശത്തൊന്നും ഇല്ലാതാക്കാനാണ് ട്രംപ് നെതന്യാഹു കൂടുതൽ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗാസയെ നശിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഈ ട്രംപ് തന്നെയാണ്. അതിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടി ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടത്തേക്കുള്ള ഫുഡോ വെള്ളവും മെഡിക്കൽ ടീംസിനെ പോലും അങ്ങോട്ടേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ അവിടെ ഉള്ളവരെ കൃത്യമായിട്ട് പരിപാലിക്കാനോ ഒരു അവസരം കൊടുക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇസ്രായേൽ. ഇപ്പൊ നമുക്കറിയാം ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അവിടെ എന്തുമാത്രം ദുരിതങ്ങളായിരിക്കും ആ ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുന്നതെന്ന് അറിയാം. ഇപ്പൊ അവിടുത്തെ ആ പ്രദേശം എന്നൊക്കെ പറഞ്ഞാൽ തകർന്ന കെട്ടിടങ്ങളും അതുപോലെ ഒന്നുമില്ല, ഗാസിൽ ഒന്നും അവശേഷിക്കുന്നില്ല. ആ തകർന്ന കെട്ടിടങ്ങൾക്കിടയിലൊക്കെയാണ് ആളുകൾ താമസിക്കുന്നത് വരെ. അപ്പൊ അത്രയും ദുരിതം അനുഭവിക്കുന്നതിന്റെ ഇടയിൽ പോലും അവർക്ക് കുടിക്കാനുള്ള വെള്ളമോ ഭക്ഷണമോ ഒന്നും ഇല്ലാത്തതെന്ന് പറയുമ്പം അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ പുനർജീവിക്കാൻ വരുന്നതേ ഉള്ളൂ. ഇപ്പം യുദ്ധത്തിൽ നിന്നും അവർ കരകയറാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഭക്ഷണവും വെള്ളവും കൊടുക്കാതെയുള്ള അത്രയും നീചമായ പ്രവൃത്തിയാണ് നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇനിയും ഇതിനൊരു അവസാനം ഉണ്ടായില്ലെങ്കിൽ, അതായത് അവസാനം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും ഇതുപോലുള്ള ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം വീണ്ടും ഇതുപോലുള്ള യുദ്ധങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം അപകടമുണ്ടാക്കും. അത് മാത്രമല്ല ബേസിക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളും ഭക്ഷണവുമാണ് ഇപ്പോൾ അവിടെ എതിർവശത്ത് നിൽക്കുന്നത്. ഇസ്രായേൽ അതുവരെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കുടിക്കാൻ വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥ നമുക്കറിയാം. അതും ഇത്രയും ദുരിതത്തിൽ കഴിയുന്ന ജനങ്ങൾക്ക്. കാരണം യുദ്ധത്തിലൂടെ എത്രമാത്രം ദുരിതങ്ങളാണ് അവർ അനുഭവിച്ചത്. അപ്പം കുടിക്കാനുള്ള വെള്ളമോ ഭക്ഷണമോ ഇല്ലാത്തൊരു കാര്യം അത് ഏറ്റവും ആലോചിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ നമുക്ക് ഇതെല്ലാം കിട്ടുന്നതുകൊണ്ടും നമ്മൾ സമാധാനപരമായി മുന്നോട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം യഥാർത്ഥത്തിൽ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അതായത് അവരുടെ ഒരു ബുദ്ധിമുട്ട്, അവരുടെ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ, ഇല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥ, അതെന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നില്ല. യഥാർത്ഥത്തിൽ അത് കിട്ടാതെ വരുമ്പോഴുള്ള അവസ്ഥ വളരെ ദയനീയമാണ്. അത് മറ്റൊരു രാജ്യത്തിന്റെ ശക്തി കാരണം, ഇല്ലെങ്കിൽ അവരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ക്രൂരത കാരണം കിട്ടാത്തത് വളരെ വേദനയുള്ള കാര്യമാണ്. ട്രംപും നെതന്യാഹു ഓർക്കേണ്ട അവരുടെ
രാജ്യത്ത് നാളെ ഇത് സംഭവിക്കാൻ പാടില്ലാത്തതല്ല. കാരണം ഇത്രയും ഇപ്പം അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേലിന് സഹായങ്ങൾ നൽകി ഗാസയിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നിൽ ഏറ്റവും പങ്കുവഹിച്ചിട്ടുള്ളത് അമേരിക്ക തന്നെയാണെന്ന് പറയാം. അപ്പം സ്വന്തം ഇപ്പം കാട്ടുതീ അമേരിക്ക വിഴുങ്ങിയ സമയത്ത് നമ്മൾ കണ്ടതാണ് എത്രമാത്രം ദുരിതങ്ങളാണ് അവിടെ ഉണ്ടായെന്നുള്ളത്. പക്ഷേ അതിൻ്റെ ആ ഒരു ദുരിതമൊന്നും അല്ല ഇപ്പം ഗാസയിൽ എന്ന് പറയുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കമാണ് മരണപ്പെട്ടത്. അവരെപ്പോഴാണ് ബോംബ് ഇടുന്നത്, അങ്ങനെ എപ്പോഴാണ് മരണപ്പെടുന്നതെന്ന് അറിയാതെ ഭയന്നാണ് അവിടെ ഓരോ ദിവസം അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ആക്രമണങ്ങൾക്ക്, ഈ യുദ്ധങ്ങൾ നടത്താനെല്ലാം കാരണക്കാരൻ ഒരു പരിധിവരെ ട്രംപാണ്. കാരണം ഇത്രയും സഹായങ്ങൾ ഇപ്പോൾ അദ്ദേഹം രണ്ടാമതും അധികാരത്തിലെത്തിയതിനു ശേഷം ടൺ കണക്കിന് ബോംബുകളാണ് ഇസ്രായേലിന് ധനസഹായമായിട്ട് നൽകിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇനി ഈ ഒരു യുദ്ധം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി വെടിനിർത്തൽ കരാർ വരെ അവിടെ ഉണ്ടാക്കിയിട്ട് വീണ്ടും ഈ യുദ്ധം നടത്തുകയും അവർക്ക് വെടിനിർത്തൽ കരാർ പോട്ടെ, അവിടെ ബേസിക് ആയിട്ടുള്ള ഫുഡും വെള്ളവും പോലും എത്തിക്കാത്ത ഇത്ര പൈശാചികമായിട്ട് ചിന്തിക്കുന്ന ക്രൂരമായിട്ടുള്ള ഒരു മെന്റാലിറ്റി ഉള്ള രണ്ട് വ്യക്തികളാണ് അവരിപ്പം നമ്മൾ ഇനിയും അവരെ പോലുള്ളവരെ ബഹുമാനിക്കുകയോ ഇല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇനിയും പ്രശ്നങ്ങൾ രൂക്ഷമാകാനും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഫുഡ് പോലും എത്തിക്കാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ ഇനി അവിടെ സൃഷ്ടിക്കുന്നതെന്ന് ഉണ്ടെങ്കിൽ അത് നമുക്കൊട്ടും സ്വീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഉടൻ തന്നെ ഇത്തരത്തിലുള്ള ഒരു യുദ്ധങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലംഘനങ്ങളും, അതായത് ബേസിക് ആയിട്ട് കിട്ടേണ്ട അവരുടെ ഫുഡിന്റെ റൈറ്റ്സ് പോലും ലംഘിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉടൻ അവസാനിപ്പിച്ച് ഗാസേനെ പൂർണ്ണ മുക്തി കൊടുക്കണമെന്ന് നമുക്ക് അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരം വലിയ നേതാക്കളോട് നമ്മളെല്ലാവരും അഭ്യർത്ഥിക്കുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ അത് ഉടൻ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.